നിങ്ങളൊക്കെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നവരാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പേരൻസിൻ്റെയൊക്കെ ഓർമ്മ ദിവസം ഉണ്ടല്ലോ, അതായത് മരണ ദിവസം, അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിംസ് ആണ്ട് നടത്താറുണ്ട്. ഇതൊക്കെ നടത്തുമ്പോൾ പലരും ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. അത് ഒരുപാട് ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ വിളിച്ചിട്ട് ആ ദിവസം ഫുഡ് കൊടുക്കുക, ഭയങ്കരമായിട്ട് ആഘോഷിക്കുക എന്നുള്ളത്. പക്ഷെ അത് അത്ര നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ദിവസം ആ പൈസ ഒന്ന് സമാഹരിച്ച് ഏതെങ്കിലും ഒരു യൂണിറ്റിൽ, അതായത് ഒരു ഡിസീസ് ഉള്ള ഒരു രോഗിക്ക് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എല്ലാ രോഗങ്ങളും അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട്, എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഈ കിഡ്നി ഫെയിലിയർ ആണ്. ക്യാൻസർ ഉണ്ട്, അതുകൂടാതെ കിഡ്നി ഫെയിലിയർ. കിഡ്നി ഫെയിലിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് നമുക്ക് പുറം തള്ളാൻ പറ്റാത്തൊരു സാഹചര്യം. നിങ്ങൾ ആലോചിച്ചേ, നിങ്ങൾക്ക് കുറച്ച് സമയം യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലേ? ഇത് കിഡ്നി ഫെയിലിയർ കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടാണ്. അതുമൂലം കാലുമേ നീര്, ശ്വാസം മുട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡയാലിസിസ് ചെയ്യാണ്, അതിനുശേഷം വീണ്ടും അടുത്ത ഡയാലിസിസ്. ഒന്ന് റിക്കവറായി ജസ്റ്റ് ഒന്ന് വരുമ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് അടുത്ത ഡയാലിസിസ്, ആഴ്ചയിൽ 3-ഉം 4-ഉം ഡയാലിസിസ്, 4-5 മണിക്കൂർ കിടക്കാം. ഈ ഒരു അവസ്ഥയിലുള്ള ഒരു രോഗിക്ക് ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്തെങ്കിലും ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരു ദിവസം നിങ്ങളുടെ പൈസ കൊണ്ട് അവരുടെ അകത്തുള്ള ആ വേസ്റ്റ്, ബോഡിയുടെ ഉള്ളിലുള്ള ആ വേസ്റ്റ് ഒന്ന് പുറന്തള്ളാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റിൽ ഒരുപാട് പേര് ഈ ആണ്ടിൻ്റെ സമയത്തൊക്കെ കൊണ്ടുപോയി പൈസ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ്. അല്ലാതെ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഫിനാൻഷ്യലി കപ്പാസിറ്റി ഉള്ളവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണിറ്റിലോട്ട് വീൽ ചെയർ, പാലിയേറ്റീവ് യൂണിറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒരു വീൽ ചെയർ വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാതെ ഇതുപോലെയുള്ള ഒരുപാട് ആഘോഷങ്ങൾക്ക് ആർഭാടങ്ങൾക്കും വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് കുറേ പേർ ഒരുപാട് ബുദ്ധിമുട്ട്, ഇതുപോലെ ശാരീരിക അസ്വസ്ഥതകളുമുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് എന്ന് കൂടെ നമ്മൾ ഓർക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. താങ്ക് യു.